അപ്പോൾ തുടങ്ങല്ലേ? തുടങ്ങാം. താങ്കൾ ഒരു സെലിബ്രിറ്റി ആണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചക്കട്ടപ്പം മുതലെത്തും. ദാറ്റ്സ് ഇറ്റ്. ഇവല് നോക്കാണോ? ഞാൻ മറ്റേ ഇതാവും ഇൻട്രോവേർട്ട്. ഓക്കെ, എഫോർട്ടിന് നമ്മൾ വാല്യൂ കൊടുക്കണം. എഫോർട്ടിന് വാല്യൂ കൊടുക്കാത്ത ആളെ നമ്മൾ എടുപ്പിക്കരുത്. എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേളി മാണി വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂഷ്വലി ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ നടക്കുമ്പോൾ യു ബിൽഡ് എ വാൾ. കുറച്ചൊരു സെൽഫ് ഡിഫെൻസ്, ഒരു കോപ്പിംഗ് മെക്കാനിസം ഒക്കെ വരും. യൂഷ്വലി നോട്ട് വെരി ഹെൽത്തി, ബട്ട് സിൻസ് യു ആർ ഓൾറെഡി എ സെൻസ്, ഐ എം അസ്യൂമിങ് യു ഹാവ് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം. വെറുതെ ഇരിക്കുക, ബ്രേക്കപ്പ് ഒക്കെ കിടന്ന് മോങ്ങിട്ട് കുറേ. Hello, this is Jesslyn George and welcome back to Life as a Crash Course. Life is a crash course. No grades, no rules, just lessons from the ride. Today we have Fadil with us. He's a sensei and a crowd favorite. You might have seen his videos with small kids learning how to do karate. I'm really excited to meet him. Thank you so much, Fadil, for coming today. Thank you so much for inviting your podcast. അപ്പോൾ in your own words, Fadil, ആരാണ് ഫാദിൽ? What is your story? Fadi is a next door pavam payyan from Kozhikode എന്നെ പറയാം ബാബാ. who lives in Abu Dhabi, and as a martial arts coach, I'm a martial arts coach. I teach കുട്ടികളെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരും കരാട്ടെ, കിക്ക് ബോക്സിങ്, മുവത്തായി പറഞ്ഞ ആർട്സ് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഒരു കോച്ചാണ്. കോച്ച്. അപ്പോൾ where did this all begin? I mean, you're doing karate and kickboxing also now. So when did this all start? Where did you learn karate from and where did this journey begin from? ഞാൻ എൻ്റെ മാർഷൽ ആർട്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് കരാട്ടയിലാണ്. Okay. കരാട്ടെ ഞാൻ ഒരു 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത്. ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് ഒരു 15-16 years ആയി ഇപ്പോൾ ഈ ഒരു സെയിം ഫീൽഡിൽ തന്നെ. ഞാൻ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് എനിക്ക് ആനിമ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പണ്ട് ഡ്രാഗൺ ബോൾ സി എന്നൊക്കെ ഒരു അതെ അതിൽ ഭയങ്കര അടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ഇതേപോലെയൊക്കെ ചെയ്യണം. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഗോക്കു, ഗോഹാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ വലിയപ്പനുമായി പറഞ്ഞു എനിക്കിങ്ങനെ പഠിക്കണം. അങ്ങനെ വലിയപ്പൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കോച്ച്. എൻ്റെ കോച്ചിൻ്റെ പേര് റഷീദ് വീട്ടി. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി അങ്ങനെ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതാണ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രം ദെയർ ലൈക്ക് വെൻ യു സ്റ്റാർട്ട് ദിസ്, പോകുന്നത് ഡ്രാഗൺ ബോൾസ് കണ്ടിട്ടാണെങ്കിലും ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ടാവും. TV കാണുന്ന പോലെ അല്ല സംഭവം. അപ്പോൾ ഹൗ വാസ് യുവർ ലേണിംഗ് ജേർണി ലൈക്ക്? 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്തല്ല, അന്ന് ഭയങ്കര നമുക്ക് കാണുന്നതൊക്കെ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു ഇതിൽ പോകുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്നും അല്ല എന്നുള്ളത് ലൈക്ക് ബിഗിനിങ് സ്റ്റേജിൽ ഭയങ്കര ഹാർഡായിട്ടില്ല. ഞാൻ ഭയങ്കര ഫ്ലെക്സിബിൾ ഒന്നും ഇല്ലേനു. ഞാൻ ഭയങ്കര ബോഡി ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ളായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, വർക്കൗട്ട് ചെയ്തു. പറഞ്ഞാൽ ഒരു 4 കൊല്ലം എടുത്തു ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ബെൽറ്റ് ലെവലിലേക്കൊക്കെ എത്താൻ. പിന്നെ എൻ്റെ കോച്ച് എങ്ങനെ കണ്ടിന്യൂസ്ലി പുഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു 1 month 2 month ഒക്കെ ഗ്യാപ്പ് എടുക്കും, വിളിക്കും എന്തേ വരുന്നില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ സൈഡിൽ കൂടെ ഒക്കെ നടക്കല്. അപ്പോൾ കാണുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പിന്നെ ക്ലാസ്സിന് അങ്ങനെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കോച്ചിനൊരു there was a big role to play in your life. ആ സമയത്ത് ഉണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരെ വിളിച്ചോണ്ട് നിന്നതും കാര്യങ്ങളും. So you knew this was your calling? എപ്പോഴും this is what you wanted to do or this was like a... ഇല്ല ഞാൻ പഠിച്ചത് മൾട്ടിമീഡിയ ആണ്. ഞാൻ ഒരു JDT-ലാണ് പഠിച്ചത്, കോഴിക്കോട്ടിലെ JDT ഇസ്ലാം ആർട്സ് ആൻഡ് സയൻസ്. അവിടെ മൾട്ടിമീഡിയ BMMC എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചത്. അപ്പോൾ അന്ന് അത് പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കൊക്കെ ഉള്ള സമയത്ത് ലൈക്ക് ഫോട്ടോ എടുക്കുക, നമ്മൾ കുറേ DSLR ഒക്കെ വാടക എടുത്തിട്ട് ബാഗിൽ നിറച്ചും ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് ഒരു കാലുണ്ട്. അജ്മൽ ഖാനൊക്കെ ഭയങ്കര ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ് മൾട്ടിമീഡിയ. പക്ഷേ മൾട്ടിമീഡിയ പഠിച്ച സമയത്ത് പിന്നെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലിംസും കാര്യങ്ങളൊക്കെ കാണാനും, എല്ലാ ജോണറിലുള്ള ഫിലിംസ് കാണാനൊക്കെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് ഞാനൊരു ഫിലിം ഫീൽഡിലേക്ക് പോകാൻ അങ്ങനെയൊക്കെ ഒരു സാധനം എൻ്റെ മൈൻഡിലായിരുന്നു, ആ ടൈമിലായിരുന്നു. പിന്നെ സാഹചര്യ സമ്മർദ്ദം മൂലം ഞാൻ അങ്ങനെയൊക്കെ സമയത്ത് ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് 8 നിലയിൽ പൊട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു ചായ പിടിക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ആസ് യൂഷ്വൽ കോച്ച് വിളിച്ചു, എന്താണ് എവിടെയാണ് കുറച്ചായാലും ക്ലാസ്സിലൊക്കെ കണ്ടിട്ട് വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വെറുതെ പോയി കോച്ചിനെ കണ്ടതാണ്. അപ്പോൾ എൻ്റെ സെൻസ് അതിനോ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഷാർജയിലേക്കാണ് കരാട്ടെ കോച്ചായിട്ട്. അപ്പോൾ ഞാനൊരു 1 year ആയിട്ട് ഞാൻ ഗ്യാപ്പ് എടുത്തേക്കാം, ഞാൻ പോയിട്ടേ ഇല്ല, ക്ലാസ്സിനെ പോയിട്ടില്ല, ഈ ബിസിനസ് തലക്ക് പിടിച്ചിട്ട് പോയിട്ടേ ഇല്ല. പിന്നെ പറഞ്ഞു ഇനി വന്ന് നോക്ക്, കളിച്ചു നോക്ക്, എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ഞാനൊരു 2 weeks ഞാൻ അവിടെ ട്രെയിൻ ചെയ്ത്, അതായത് പിന്നും
കോച്ചസിനുള്ള സംഭവങ്ങളൊക്കെ എന്താണ്, ഞാനൊരു പ്ലെയർ ആയിരുന്നു, ഞാൻ കരാട്ടെ പഠിക്കും, ഞാൻ കോച്ചേ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2 വീക്സ് അവിടെ നിന്ന് കുറച്ചൊന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ കോച്ചിൻ്റെ പുഷും കാരണം ഞാൻ ഷാർജയിലേക്ക് വന്നു ഒരു 6 years ബാക്ക്. ഷാർജയിൽ നിന്ന് 2 കൊല്ലം ഞാൻ അവിടെ, അത് ഞങ്ങൾ തന്നെ ഓർഗനൈസേഷനിലുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്ന് ചേഞ്ച് വേണമെന്ന് തോന്നി, ഞാൻ അല്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 1 year അല്ലയിൽ വർക്ക് ചെയ്തു. അല്ലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അവനക്കൊപ്പം പഠിച്ചതാണ്. കരാട്ടെ ആണെങ്കിലൊക്കെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ഒപ്പം കളിച്ചാണ്. റാഷിദ് എന്ന് പറയും. അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞു, ഫതി ഞാനൊരു പുതിയൊരു ക്ലബ്ബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അപ്പം നീയാണ് കോച്ചായിട്ട് വരേണ്ടത്. എനിക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എനിക്ക് ലാംഗ്വേജൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുട്ടികളായിട്ട് സംസാരിച്ച് അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞ് നീയാണ് വരേണ്ടത് ഇവിടെ, നീയാണ് അങ്ങനെ. അപ്പോൾ അവൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവനവൻ്റെ വിസ കഴിഞ്ഞാൽ അവിടെ നിന്ന് അവനെ ഇറങ്ങാനും പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു 1 year കഴിയുമ്പോഴത്തേനും അവൻ്റെ വിസ കഴിഞ്ഞാൽ അവനും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അത് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് അയൺ ഫിസ്റ്റ് എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആഫ്റ്റർ 1 year ഞങ്ങൾ 2-3 കൊല്ലം ഇപ്പം അൽഹംദുലില്ലാ ഒരു 3 branches ഉണ്ട് അബുദാബിയിൽ. താങ്ക് യു. അത് അടിപൊളിയായിട്ട് നടക്കട്ടെ. താങ്ക് യു. യു ഡിഡ് മെൻഷൻ ഒരു സാഹചര്യ സമ്മർദ്ദം. ദാറ്റ്സ് ദ ബിഗിനിങ്, ദാറ്റ്സ് യുവർ ബാക്ക് സ്റ്റോറി. അപ്പം വാട്ട് വാസ് ദാറ്റ് ഫേസ് ലൈക്ക്? ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ, അതായത് വേറൊരു കരിയർ അതിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പേഴ്സ്യൂ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പഠിച്ചു. പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട് ഫോർ സം റീസൺ. ആൻഡ് ദെൻ because you had that coach behind you to back you up, now you have a whole different story. പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ സമയം, how was that like? What was it like? What was going on in your head? എന്തായിരുന്നു? അതായത് ഇനിയിപ്പം നെക്സ്റ്റ് ഒരു ചാപ്റ്റർ തുടങ്ങുകയാണെന്നുള്ളൊരു ഇത് കിട്ടിയല്ലോ കോച്ചിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ അപ്പോഴും കഴിഞ്ഞു പോയ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, പാളിസായി പോയി എന്ന് പറഞ്ഞ ബിസിനസ്സും ആ ഒരു ഫേസ്, വാട്ട് വാസ് ദാറ്റ് ലൈക്ക്? അത് പാളീസായെങ്കിൽ പോലും നമുക്ക് എവറി മിസ്റ്റേക്ക് ഇസ് എ ലേണിംഗ് എന്നൊരു സംഭവമല്ലോ. സോ അവിടുന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഈ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ജവാത്ത്, അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവനും ഞാനും ഒപ്പം ചെയ്തൊരു ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ കോൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവനിങ്ങനെ പറയും, അന്നങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ ആയില്ലെന്നൊക്കെ പറയും. പക്ഷെ അന്ന് ചെയ്തതിനെ കൊണ്ട് ഇന്നൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നത് അവിടുന്നാണ്. ലൈക്ക് ഒരു ഓൺടർപ്രീനിയർ മൈൻഡ് സെറ്റ് വന്നത് അവിടുന്നാണ്. പണ്ട് വെറുതെ തിരിഞ്ഞ് നടക്കുന്ന ആൾ ഇൻസൈഡും പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയത് ഇവിടുന്നാണ് വന്നത്. സോ അതാണ് ഒരു ഫ്യൂവൽ ആക്ച്വലി. ആ ഒരു താഴ്ന്നു പോയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടി ഫാമിലിക്ക് വേണ്ടി ചെയ്യണം. കാരണം പറയിപ്പിക്കലായിരുന്നു. ഒരു റുപ്യ പോലും കൈമില്ലാത്ത നടക്കുന്ന സമയം. ഞാൻ അവന് മുഖത്തോട് നോക്കിക്കും, ചായ കുടിക്കാൻ പോലും നമ്മൾ ഹാഫ് ആക്കിയിട്ടാണ് കുടിക്കുക. ആ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മാറിയിട്ട് ഇന്ന് ഈ അൽഹംദുലില്ലാ ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ആണ്. അതെ അതെ അതെ. ഇപ്പം യു ബീൻ കോച്ചിങ് കിഡ്സ് ഓൾസോ, യു ബീൻ കോച്ചിങ് അഡൾട്ട്സ് ഓൾസോ, ആൻഡ് യു ബീൻ ഒരു തരംഗം ഓൺ സോഷ്യൽ മീഡിയ നൗ. സോ ഹൗ അങ്ങനെയൊന്നുമില്ല, ചക്കട്ടപ്പം മൊയിലെത്തും അത്രേ ഉള്ളൂ. ഡു യു തിങ്ക് ഈ മൾട്ടിമീഡിയ ആ ഒരു ജേർണി ഇപ്പം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ക്യാപ് കട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മൾട്ടിമീഡിയ ആ സമയത്ത് ലൈക്ക് കുറച്ച് ആംഗിൾസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പഠിച്ചു. പക്ഷെ മൾട്ടിമീഡിയ കാര്യമായിട്ടുണ്ട്. കാരണം എനിക്ക് മീഡിയയിൽ കുറച്ചെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് അത് അവിടുന്ന് വന്നൊരു സംഭവം. അതാ പറയുക, എല്ലാത്തിനും ഒരു ലെസൺ. അതായത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഇവിടെ നിന്ന് ആക്കി കഴിഞ്ഞാലും എവറിത്തിങ് ഇസ് എ ലെസൺ. ലൈക്ക് അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികളെങ്കിൽ പോലും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഇവരായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ ലൈക്ക് ഭയങ്കര രസമല്ലേ. എനിക്ക് ഭയങ്കര ടെൻഷനൊന്നും ഇല്ല, ഭയങ്കര ഫ്രീ ആണ്. ലൈക്ക് 8 to 9 വർക്കിനെ പോലെ അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ. അപ്പോൾ ഇവരായിട്ട് മിങ്കിൾ ചെയ്യുക. എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉള്ളൂ, ആകെ ഒരു 4 hours വർക്കിംഗ് അവേഴ്സ് ഉള്ളൂ. കാരണം 4 hours ബാച്ചസ് ഉള്ളൂ. രാവിലെ ഇവർ സ്കൂൾ കാര്യങ്ങളൊക്കെ പോകും. സോ ഓരോ ബാച്ചസ് ഓരോ ഏജ് വൈസ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരായിട്ട് വരുന്നത്, അവരായിട്ട് സംസാരിക്കുന്ന, പിന്നെ പഠിപ്പിക്കുന്ന സമയത്തുള്ള കുറച്ച് ഇടയ്ക്ക് അവിടേക്ക് എത്തിക്കാന്നുള്ളൊരു സംഭവം ഉണ്ടാവും. നല്ല രസമാണ്. പക്ഷേ ഈ അതായത് വാട്ട് ഈസ് ഡിഫറെന്റ്, അതായത് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഒരു ഡിസിപ്ലിൻ ലെവൽ ഉണ്ടാവും, അത് സെയിം ആയിരിക്കില്ല അഡൾട്ട്സിനോട് ഉള്ള ഒരു അപ്രോച്ച്. ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫോർ യു? അഡൽട്ടിന് അവർ ഓരോ ലൈക്ക് അഡൽട്ടിൻ്റെ ആദ്യം പറയാം. അഡൽട്ട് വരുന്നത് അവർക്ക് ഓരോ ഗോളായിട്ടായിരിക്കും. ചില ആൾക്കാർക്ക് വെയിറ്റ് ലോസിനായിരിക്കും, ചില ആൾക്കാർക്ക് മാർഷൽ ആർട്സ് പഠിക്കണം എന്നുള്ള രൂപത്തിൽ, ചില ആൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര സ്ട്രെസ് വർക്കിനായതുകൊണ്ട് ജസ്റ്റ് ഒരു ഫൺ ടൈം എന്ന രൂപത്തിലേക്ക് വരുന്നതായിരിക്കും. സോ അവർക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ചുള്ള സംഭവങ്ങളാണ് ചെയ്യുക. പക്ഷെ അവരായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അത്ര വലിയ പ്രശ്നവും കാര്യങ്ങളും ജസ്റ്റ് നോർമൽ കാര്യങ്ങൾ. കാരണം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ വരുന്നത്. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, നാട്ടിൽ പോലെയല്ല. അപ്പോൾ അവർ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർ കുറച്ച് സീരിയസ് ആണ് ആ കാര്യത്തിൽ. സോ അത് വലിയൊരു പ്രശ്നമായിട്ട് വരില്ലേ. പക്ഷെ കുട്ടികളത് അങ്ങനല്ല, ദേ ഡോണ്ട് നോ എനിത്തിങ്. അവർ ജസ്റ്റ് ഫണ്ണായിട്ട് വരുന്നത്. പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ട്. ലൈക്ക് ചില പാരൻസ് അവരെ വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്ന് സ്വൈരം കൊടുക്കാഞ്ഞിട്ട് കൊണ്ടുവന്ന് ആക്കുന്ന ആൾക്കാരുണ്ടാവും.
അത് വേറെ നമ്മൾ വിന്റർ ക്യാമ്പും സമ്മർ ക്യാമ്പൊക്കെ വെക്കും. അപ്പൊ നിങ്ങൾ എന്തിനാ സമ്മർ ക്യാമ്പ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ചേരെങ്കിലും കുറച്ചൊരു നോർമലി 1 hour ആണ് ഞങ്ങൾക്ക് സെഷൻസ് ഉണ്ടാവും. സമ്മർ ക്യാമ്പിന് അത് 4 5 hours ആവും. എന്റെ അള്ളിയ നല്ല രസമാണ് കേട്ടോ, നല്ല ഞങ്ങൾ എൻജോയ്. പക്ഷെ സമ്മർ ക്യാമ്പിൽ ഞങ്ങൾ എല്ലാം ചെയ്യും, ലൈക്ക് ഡ്രോയിങ്ങും സ്വിമ്മിങ്ങും പറഞ്ഞ സ്വിമ്മിങ്ങിനൊക്കെ നല്ല രസമാണ്. വേറെ അവരായിട്ട് ഭയങ്കര 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 ഫണ്ണാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ കിഡ്സിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യിക്കുമ്പം വാട്ട് ഈസ് യുവർ യൂഷ്വൽ പ്രോസസ്സ്? അതായത് ഇന്നത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലും പക്ഷെ പഠിപ്പിച്ച് വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവുന്നുണ്ടാവും. സോ ഹൗ ഡു യു യൂഷ്വലി ഡീൽ വിത്ത് കിഡ്സ്? അപ്പോൾ ഇന്നിപ്പോൾ ഒരു പേരൻസ് നമ്മൾ കാണുന്നുണ്ട്, അവർക്കിങ്ങനെ അവരുടെ ചൈൽഡിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അപ്പം വാട്ട് ഡു യൂഷ്വലി ടെൽ പേരൻസ്, ലൈക്ക് ഹൗ ഇസ് ദിസ് ബെനിഫിഷ്യൽ ടു ദെയർ കിഡ്സ്? വാട്ട് ഡു ദേ ഡു അതർ ദെൻ ജസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി? How does martial arts or karate or kickboxing or discipline, how does that help children? എൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു എക്സസൈസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ കരാട്ടെ പഞ്ചും കിക്സും പഠിപ്പിക്കുക എന്നുള്ളതല്ല. അവർക്കത് പഠിക്കും വേണം. പക്ഷേ ഡയറക്റ്റ്ലി ഒരു 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കാൻ തുടങ്ങും. അവർക്ക് ഇത് വിൽ ഗെറ്റ് ബോർഡ്, സോ അപ്പം ഞാൻ അവർക്ക് പഠിക്കാൻ വേണം, പക്ഷെ അവർ എൻജോയ് ചെയ്യും വേണം. ഒരു ഗെയിം ത്രൂ കാര്യങ്ങൾ പഠിപ്പിക്കുക, ആ ഒരു വേ ഓഫ്. അത് ഇന്ന കോച്ച് പഠിപ്പിച്ച സംഭവം, എൻ്റെ സെൻസായി പഠിപ്പിച്ച സംഭവം. അപ്പോൾ അതേപോലെ അവർ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ടെക്നിക്സും കിട്ടും, അതേപോലെ അവർ എൻജോയ് ചെയ്യാനും തുടങ്ങും. സോ വന്നു കഴിഞ്ഞാൽ അപ്പം സെൻസായി ഇന്ന് ഗെയിം അല്ലേ എന്ന് വെക്കും, ആ ഗെയിം കളിക്കാലോ. ഗെയിം കളിക്കുന്നതിൻ്റെ ഫോർ എക്സാമ്പിൾ ഒരു കോണ് കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ 2 പേര് അപ്പുറം ഇപ്പുറം വെക്കും. എന്നിട്ട് ഈ പഞ്ചും കിക്സും ഇതിൻ്റെ ഇടയിൽ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയും കോൺ എന്ന് പറയും. അപ്പോൾ ഒരു കോൺ ആരാണ് ഫസ്റ്റ് ഗ്രാബ് ചെയ്യുന്നത് അവർക്ക് 1 point. സോ അവർ പഞ്ചും പഠിച്ച് കിക്സും പഠിച്ച് ആ ഒരു ഗെയിമും കിടക്കും. അപ്പോൾ ആ ഒരു വേയിൽ കൂടിയാണ് അവരെ പഠിപ്പിക്കുന്നത്. പാരൻസ് വന്നിട്ട് ഇവരെ ലൈക്ക് ഒന്നാമത് നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടാവും, കല്ലെറിഞ്ഞിട്ടുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, അങ്ങനത്തെ പഴയ എല്ലാ കുരുത്തക്കേടും കളിച്ചിട്ടേക്കും വന്നിട്ടുണ്ടാവും. ഇവിടുത്തെ കുട്ടികൾക്ക് അതിനൊരു ഓപ്ഷൻ ഇല്ല, ലൈക്ക് ഫ്ലാറ്റ് ലൈഫാണ്. അതെ അതെ, എന്നാലും അടുത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരങ്ങോട്ട് പോകും. എല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് വീക്കെൻഡ്സ് ആവണം അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ. ഇങ്ങനെയൊക്കെ ഒരു ഇതാണ് അവർക്ക്. അവരെ എനർജി എവിടെയും കൊണ്ടുവിടാനുള്ള സ്ഥലമില്ല. സോ അവരവിടെ വരുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പോകും. പക്ഷേ ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ കാമാക്കി എടുക്കുക എന്നുള്ള ചില്ലറ കാര്യമല്ല. പക്ഷേ ഈ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴത്തേനും സൈഡായിട്ട് ഉറങ്ങും. അങ്ങനെ പാരൻസ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ ആ ഒരു ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് കൊണ്ടുവരാറ്. ഫൺ, നല്ല രസമാണ് ഇത്. അവരുടെ ഡെവലപ്മെൻറ്റ് ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ആസ് ഇൻ ഒരു സംബഡി ഹൂ ഗോസ് ത്രൂ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ, അതായത് കരാറ്റയോ കിക്ക് ബോക്സിങ്ങോ മാർഷൽ ആർട്സ് എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നൊരു കുട്ടിയും അതല്ലാത്തൊരു കുട്ടിക്ക് കിട്ടാത്തൊരു ബെനിഫിറ്റ് എന്താണ്? അത് ഈ ഡിസിപ്ലിൻ ത്രൂ കിട്ടുന്നത്? ആക്ച്വലി മാർഷൽ ആർട്സ് പഠിക്കുന്ന സമയത്ത് വെറും ഒരു പഞ്ചും കിക്സും മാത്രം പഠിക്കുക എന്നുള്ളതല്ല, അതിനുപരി അവരൊരു ഗുഡ് ക്യാരക്ടർ, ഒരു നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും കൂടിയാണ് ഈ മാർഷൽ ആർട്സ് കൂടി നടക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നത്, പല ആൾക്കാരും ഡ്രഗ്സിലും കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള സംഭവം. ഇവിടെ അങ്ങനെ വല്ലാതെ കാണാറില്ല, ബിക്കോസ് ഓഫ് ദ റൂൾസ്, അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ. പക്ഷെ നാട്ടിൽ ഇപ്പോൾ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരാൾ, പക്ക ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഡ്രഗ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തൊന്നുമില്ല. ബിക്കോസ് ഓഫ് അവർ ആ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 പുഷപ്പ് പോലെ അവർക്ക് നല്ലവണ്ണം എടുക്കാൻ പറ്റില്ല. ഇതൊരു പാർട്ട് ഓഫ് ലൈഫ് ആവും. ലൈക്ക് നമ്മളതങ്ങനെ ചെയ്ത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഹെൽത്ത് ക്ലിയർ ആയി. പിന്നെ ഈ മാർഷൽ ആർട്സിൽ ഞങ്ങൾ എപ്പോഴും ഈ കരാട്ടയിലൊരു സംഭവമാണ്, വരുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഒസ് എന്ന് പറയും. ദാറ്റ് മീൻസ് റെസ്പെക്ട് കാണിക്കുന്നതാണ് ഒസ്. അത് ജാപ്പാനീസിലൊരു ട്രഡീഷണൽ വേ ആണ്, കൈ തല താഴ്ത്തിയിട്ട് ഒസ് എന്ന് പറയുന്നത്. ബിക്കോസ് റെസ്പെക്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ നമ്മൾ റെസ്പെക്റ്റാണ് പഠിക്കുന്നത്. ഒരാളെ, മുതിർന്ന ഒരാളെ, അല്ലെങ്കിൽ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, കാര്യങ്ങളൊക്കെ. ഈ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഗിവ് ഫസ്റ്റ് ഒരു ഹഗ്ഗോ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ്സോ കൊടുക്കും. ബിക്കോസ് ഓഫ് അതും ഒരു റെസ്പെക്റ്റാണ്. ഒരാളും നമ്മൾ പഠിപ്പിക്കുന്നതാണ്, അല്ലാതെ വേറെ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, അല്ലാതെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യങ്ങളല്ല. ഒരു ചിലപ്പോൾ അറിയാതെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിലും ചില കുട്ടികൾക്ക് വന്നിട്ട് കംപ്ലയിൻസ് വരും, കോച്ച് ഇന്നവനെ തല്ലി എന്ന് പറയും. അപ്പോൾ അവരോട് സേ സോറി എന്ന് പറയും. സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ അവരെ ഒരു ഓട്ടോമാറ്റിക്കലി അവരുടെ ക്യാരക്ടർ ബിൽഡിങ് കൂടി നടക്കുന്നത്, എക്സാക്ട്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ ഭയങ്കര മാനസികമായിട്ട് ചില പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും ഉണ്ടാവും. ലൈക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അഡൽട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ടോ പറയുന്ന കുട്ടികളല്ല. അവർ ഈ കുറച്ച് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്ലൗസ് എടുക്കും, ബാങ്കിൽ 2 പഞ്ചും കിക്കും ചെയ്യും. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട്, ഓ അൽഹംദുലില്ലാ, അതവിടെ അടിച്ച് തീർത്ത്. സോ അങ്ങനെ കുറേ സംഭവങ്ങളും മാർഷൽ ആർട്സ് ത്രൂ ഉണ്ട്. സെൽഫ് കൺട്രോളും. അതെ, അത് നമ്മൾ ഒരിക്കലും ഓഫ് കോഴ്സ് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അതിലുപരി നമ്മളൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും നമ്മളെ മൊത്തത്തിൽ ഹെൽത്ത് ആയാലും മെൻ്റലി ആയാലും നമ്മളെ ചേഞ്ച് ആക്കാൻ പറ്റും മാർഷൽ ആർട്സിന്. ഓക്കെ,
ഇത് ഇപ്പം യു ഹവ് ബിൻ വർക്കിംഗ് വിത്ത് സ്പെഷ്യൽ ഏബിൾഡ് കിഡ്സ് ഓൾസോ. അതെ അതെ. അപ്പം ഹൗ ഇസ് ദാറ്റ് ഡിഫറെൻറ്റ്? കാരണം അവരുടേതായ രീതികളുണ്ടല്ലോ. സോ ഹൗ ഡു യു അഡാപ്റ്റ് ടു ഇറ്റ്? ഫസ്റ്റ് തിങ് ഞാനൊരു ഒരു സർട്ടിഫൈഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ല. അല്ല. എനിക്ക് അങ്ങനെ വേറൊരു കാറ്റഗറി ഉണ്ടോ? ഉണ്ട്. അത് ആക്ച്വലി പഠിക്കണം ആക്ച്വലി. കാരണം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളെ അവരെ അങ്ങനെ പക്ഷെ ചെറുപ്പം മുതലേ അവരെ കെയർ ചെയ്ത് കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട്, റൈസ് ഓഫ് സിയ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ മാമ അവനെ ചെറിയ കുട്ടി, അവൻ 1 year ആവുന്നുള്ളൂ. സോ ദ വേ അവൻ്റെ ഉമ്മ അവനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും അവൻ്റെ എല്ലാ അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫെയിമാണ് ആ കുട്ടി. സോ അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ ഇന്നോ നാളെ അവന് പോയി കാണും. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം അവനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി എല്ലാവരും കണ്ടുപിടിക്കണം. ചെറുപ്പം മുതൽക്കേ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുറേ തെറാപ്പി ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും, ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കണം. അവർക്കുള്ള ഫിസിയോതെറാപ്പി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടും ചെയ്തു കൊടുക്കണം. ചില കുട്ടികൾക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഡൗൺ സിൻഡ്രോം ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഡൗൺ സിൻഡ്രോം ആവുന്ന സമയത്ത് അവർ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പിന്നും അവർ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഡൗൺ സിൻഡ്രോം ഭയങ്കര സപ്പോർട്ട് കൊടുക്കണം, എന്നാലേ അവർ ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു സ്റ്റുഡൻറ്റ് ഐമൻ എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ ഇന്ന് ചെറിയൊരു ചേഞ്ചസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ 2 ദിവസം കുറച്ചൊരു 4 weeks ബാക്സാണ് ഞാൻ അവന് പഞ്ചും ഗ്ലൗസ് ഒക്കെ ഇട്ട് കൊടുത്തത്. അവനതും ചെയ്യില്ല. അവൻ്റെ പാരൻസ് വന്നത് അവന് ജസ്റ്റ് ഭയങ്കര വെയിറ്റ് കൂടുതലാണ്, ഭയങ്കര അവന് ഫുഡ് കൊടുത്തില്ല, ഭയങ്കര വയലൻ്റ് ആവും. അപ്പോൾ ഫുഡ് കൊടുക്കുക അവർക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാൻ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ മാറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത സമയത്ത് അവന് വയറ് നിറയും, പക്ഷെ ബൾക്കിയാവില്ല. സോ അതൊക്കെ ചെയ്ത് അവൻ്റെ അടുത്ത് കാണുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ. ഈ അടുത്ത് ഞാനൊരു ഗ്ലൗസ് എടുത്തിട്ട് അവനെ പഞ്ച് ചെയ്യാൻ പറഞ്ഞു. അവൻ ചെയ്യാത്തതാ, അവൻ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എറിഞ്ഞു ഓടും. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാഡൊക്കെ പിടിച്ചെടുത്ത് ചെയ്തെന്നുണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് എനിക്ക് പറഞ്ഞറിയില്ല. അവൻ സോ ഹാപ്പി. അവനെ കണ്ടപ്പോൾ ഞാൻ അവൻ്റെ എന്നിട്ട് വീഡിയോ എടുത്തിട്ട് അവനെ ഇൻസ്റ്റയിൽ പോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ പാരൻസ് ഓൾസോ ഭയങ്കര ഹാപ്പി. ഞങ്ങൾ എന്താ വേണ്ടി എനിക്കൊന്നും വേണം, എനിക്ക് അവൻ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടാവുന്നത്, മാറ്റം കാണുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ആക്ച്വലി സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളെ ഞാൻ ഒരിക്കലും സ്പെഷ്യൽ എന്ന ലെവലിൽ കാണാറില്ല. ഞാൻ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ അവനോട് 2 പ്രാവശ്യം പറഞ്ഞത് അവനോട് ചിലപ്പോൾ 10-15 പ്രാവശ്യം പറഞ്ഞു. പേഷ്യൻസ് ലെവൽ കുറച്ച് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് യു ബീൻ സീയിങ് ദാറ്റ് കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഒരു ഇന്നസെൻസ് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ യു ഹാഡ് ഈവൻ യുവർ ബിസിനസ് പാർട്ണർ വാസ് എ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, യുവർ പ്രീവിയസ് ബിസിനസ് പാർട്ണർ ഓൾസോ വാസ് എ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അപ്പം according to you, ഈ friendships, how has that changed for you or has it changed for you? എനിക്ക് വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളല്ല, പക്ഷെ ഉള്ള ആൾക്കാരായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യും. ഞാൻ ഇപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരെ ഞാൻ ചിലപ്പോൾ ഒരു 1 month വിളിച്ചിട്ടില്ലെങ്കിലും നെക്സ്റ്റ് ടൈം എനിക്ക് വിളിക്കുന്ന സമയത്ത് എന്തല്ല ആ സാധനം എനിക്ക് കണക്ട് ആക്കാൻ പറ്റും. ബട്ട് അവരെ അപ്ഡേറ്റ് ചെയ്യും എന്തൊക്കെ ലൈഫിൽ നടക്കുന്ന കാര്യം. ഞാനല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ഞാൻ ഭയങ്കര സെലക്റ്റീവാണ് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ. എല്ലാവരും ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്നു, പിന്നെ ചില കാര്യങ്ങളും നടന്നതിനൊക്കെ ശേഷം ഞാൻ ഭയങ്കര ചൂസ് ചെയ്ത് തുടങ്ങി എൻ്റെ ഫ്രണ്ട് സർക്കിൾ. ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭയങ്കര ഫിൽട്ടർ ചെയ്തിട്ടുള്ളൊരു സർക്കിളാണ്. സോ അവിടെ എനിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. സോ ദേ ആർ വെരി ക്ലോസ് ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ അങ്ങനെ ആ ഒരു എല്ലാവരായിട്ടും ഇങ്ങനെ മിങ്കിൾ ചെയ്യലില്ല. പക്ഷേ എനിക്കൊരു കംഫർട്ട് സോൺ ആണെന്ന് തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, കാര്യങ്ങളാക്കും. പക്ഷേ വാട്ട് ഹാസ് ചേഞ്ച്ഡ്? പണ്ടത്തെ ആ ഒരു എല്ലാവരും വേണം, ഏത് നേരം അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിന്ന് ഇപ്പൊ ഒരു ഫിൽറ്ററിങ് വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം വാട്ട് ഹാസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു യു? എന്താണ് ആ ഒരു ഫിൽറ്റർ വരാൻ ഉള്ളൊരു ഫിൽറ്റർ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ലൈഫിൽ അവരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ ബാഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ അവരോട് ഡയറക്റ്റ്ലി എനിക്ക് അങ്ങനെ പറയാറില്ല. എനിക്ക് ഒരാളെ ഡയറക്റ്റ്ലി ഹേർട്ട് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് പറയാനറിയില്ല. ഞാൻ ഐസായിട്ട് എന്നാലും അവരെ കൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യിപ്പിക്കും. എനിക്ക് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെ എന്നൊരു രൂപത്തിൽ. പക്ഷേ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ സിറ്റുവേഷനിലും എൻ്റെ ഫ്രണ്ട് സർക്കിളാണ് എൻ്റെ ഭയങ്കര ക്ലോസ് ആയി. അതെ അവരില്ലെങ്കിൽ ചിലപ്പോൾ ഞാനും ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും അതിന് വാല്യൂ കൊടുക്കണമെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ എല്ലാവരും ഉള്ളത് ഞാൻ പ്യുവറായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം അധികമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹസ് ബിൻ വർക്കിംഗ് ഔട്ട് വെൽ ഫോർ യു. അപ്പം ഹാസ് ദെയർ ബിൻ ഡേയ്സ് വെയർ യു ആർ നോട്ട് ഓക്കെ? പക്ഷേ സോഷ്യൽ മീഡിയയിലും ഈവൻ സ്റ്റുഡൻസിൻ്റെ മുമ്പിലും ആ ഒരു ഫ്രണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ഓക്കെ അല്ല എന്നുള്ളത്.
Has that happened with you? And how do you tackle it? Like, what do you do usually? റീൽ ഈസ് നോട്ട് റിയൽ എന്നാ പറയുന്നത്, പക്ഷെ എൻ്റെ റീല് റിയലാണ്. കാരണം ഞാൻ ഇൻസെൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടാണ്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് അപ്ഡേറ്റ് ഞാൻ വല്ലാണ്ട് അങ്ങനെ അതിൽ കാണിക്കാറില്ല. എന്നാലും ഇപ്പം ചില ആൾക്കാർ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അങ്ങനെ ഇപ്പോൾ വിളിക്കലെന്ന് പറയില്ല, ഇന്നിപ്പോൾ ഇൻഫ്ലുവൻസർ എന്നാണ് വിളിക്കാറ്. നോട്ട് ഇൻഫ്ലുവൻസർ, നമ്മ കോണ്ടന്റ് ക്രിയേറ്റർ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ മുന്നേ പറഞ്ഞു ഇനി ഡെയിലി ലൈഫ് ചെയ്യണം, ഇങ്ങനെ ആക്കണം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റീച്ച് കിട്ടുള്ളൂ, കൊളാബറേഷൻസ് ഒക്കെ അങ്ങനെയൊക്കെ വരുള്ളൂ. പ്രഷർ ഉണ്ടോ ഇപ്പം? പ്രഷർ ഇല്ല, പക്ഷെ എനിക്ക് നല്ലത് കൊടുക്കണമെന്നുണ്ട് എന്നെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മെസ്സേജസ് വരാറുണ്ട്, ലൈക്ക് വലിയ വലിയ എസ്സേസ് ആയി. ഞാൻ പണ്ട് ഓരോരുത്തർക്ക് അയച്ച എസ്സേ പോലെ എനിക്കിപ്പോൾ ഭയങ്കരമായ എസ്സേ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അവർ ചില ആൾക്കാർ ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് ഫാദിൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് ഐ വാസ് സോ ഹാപ്പി. എൻ്റെ മൈൻഡ് സെറ്റ് കുറച്ചേരത്തേക്ക് മാറി. എനിക്ക് കരാട്ടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു, ഫിറ്റ്നസ്സിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നു. ഇങ്ങനെ കുറേ ഇങ്ങനെ മെസ്സേജസ് കാണുമ്പോൾ ഐ ലവ്, എനിക്ക് ഇനിയും കുറേ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഹാപ്പിയാണ് എൻ്റെ കാര്യങ്ങളിൽ, ലൈക്ക് ഞാൻ ചെയ്യുന്നതിൽ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് ബാക്കിയുള്ള ആൾക്കും കൂടിയും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ചെറിയ ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് എ ബിഗ് തിങ്, യുനോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വൈ നോട്ട്. പക്ഷേ കോൺസ്റ്റന്റ്ലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടോ? അല്ല, യു ആർ എന്താ പറയാ, ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ട്, എന്താണോ അത് അതുപോലെ കാണിച്ചാൽ മതി. ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാനൊരു റീസൺ ഉണ്ട്. അതായത് ലൈഫിൽ ഭയങ്കര ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്നെ എന്തെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി, ജസ്റ്റ് സ്റ്റോറീസ് ഇടുമായിരുന്നു. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഡെയിലി എനിക്ക് എന്തെങ്കിലും ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ അവർ ചെയ്ത ലെറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ടൈനി ഗിഫ്റ്റ്, ക്യൂട്ട് ഗിഫ്റ്റ്സ് കൊണ്ടുതരും. ഞാനത് ഭയങ്കരമായിട്ട് ഷോക്കേസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഞാൻ സ്റ്റോറി എടുത്തിട്ട് അത് എടുത്തിടും. റീൽസ് ഒന്നും പോസ്റ്റ് ചെയ്യില്ലായിരുന്നു ആ സമയത്ത്. ഈ സ്റ്റോറി ഇടാൻ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ പോസ്റ്റും കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവരായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആവാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളായിട്ട് അങ്ങനെ വീഡിയോസ് ഇട്ടപ്പോൾ വീഡിയോസൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം തുടങ്ങി, നല്ല റീച്ചും വന്നു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി എനിക്ക് ഇത് കാണുന്ന ആൾക്കാരോട് പറയാനുണ്ട്, നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ. കാരണം ഞാൻ ഇത് പറയാം, എനിക്കൊരു 2 ദിവസം മുന്നേ എങ്ങനെ പറയാം, 2 ദിവസം മുന്നേ ഒരു പെയ്ഡ് പ്രൊമോഷൻ വന്നു. ലൈക്ക് ഞാനത് ചെയ്തിട്ടില്ല, ബിക്കോസ് ഓഫ് അത് ഒരു ഓൺലൈൻ ഗെയിമിംഗ് ഗാംബ്ലിംഗ് പരിപാടിൻ്റെ സംഭവമാണ്. അങ്ങനെ എന്തോ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല, എയറിൽ പോകാനൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. സോ അത് നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എത്ര പേയ്മെൻറ്റ്, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേയ്മെൻറ്റ് ക്യൂരിയസ് ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, അന്ന് ഇപ്പോൾ ഈ അടുത്താണ് 200K കഴിഞ്ഞത്. അപ്പോൾ ഫോളോവേഴ്സും ഉണ്ട്, അപ്പോൾ ഇത്ര ഡാഷ്ബോർഡിൽ ഇത്ര മില്യൺ വ്യൂസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അയച്ചു കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ് 1 മന്തിൽ ഒരു 5 റീല് ചെയ്യണം, വീക്കിലി വൺസ് ആയിട്ട് റീല് ചെയ്യണം, ഒരു 8 സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യണം, ദേ വിൽ ഗോണ പേ യു 12 lakhs. ഞാൻ ഒരു സമയത്തേക്ക് എൻ്റെ കയ്യിൽ 12 lakhs 1 month, ഞാൻ ആരായി പോയി. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അവനൊരു ഗെയിമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മോഡൽ അയച്ചെന്ന്. അപ്പോഴേ കാണുന്നത് പണ്ട് മറ്റേ കുറേ ആൾക്കാർ ചെയ്തിട്ട് മറ്റേ ഞാൻ ഇത്ര പൈസനെ കൊണ്ട് ഫ്ലാറ്റ് വാങ്ങി ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതാണ്. ഇല്ല ബ്രോ, ഞാൻ ഇത് ചെയ്യുന്നില്ല അങ്ങനെ. അപ്പോൾ അതൊന്നാട്ടോ, അത് ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പക്ഷേ ഓരോരോ ബ്രാൻഡ്സൊക്കെ വരുന്നത് ദേ ആർ പേയിങ് ഹ്യൂജ് എമൗണ്ട്. സോ കണ്ടന്റ് ക്രിയേഷൻ ഒരു ജോബ് പോലെ കാണണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, നല്ലതാണ്, എല്ലാവരും ചെയ്യണം ഞാൻ പറയുന്നത്. ഒന്നുമില്ല, നിങ്ങളിപ്പോൾ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിൽ എന്താണോ നടക്കുന്നത് അതിൽ കുറച്ച് മസാല ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഓൺ വോയിസിലോ അല്ലെങ്കിൽ ജസ്റ്റ് വോയിസും വേണ്ടാതെ ഇങ്ങനെ ആദ്യം ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീച്ച് വരും സത്യമായിട്ടും. അപ്പം ട്രയൽ റീൽസ് യൂസ് ചെയ്യാറുണ്ടോ? അതെ, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടു പോസ്റ്റ് ട്രയൽ റീൽസ്. ആക്ച്വലി ഞാൻ എൻ്റെ ട്രയൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കും കുറേ ഫോളോവേഴ്സ് ഒറ്റയടിക്ക് ഒരു ബൂമിംഗ് എന്നുള്ള സംഭവം വന്നു തുടങ്ങി. കാരണം നമ്മളൊരു വീഡിയോ വൈറലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് സെയിം പോലെ പോസ്റ്റ് ചെയ്യരുത്, ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി ട്രയൽ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുക. നല്ല റീച്ച് ഉണ്ടാവും. താങ്ക്സ് മീ ലേറ്റർ. ഇപ്പം ഹൗ ലോങ് ഹാസ് ദിസ് ബീൻ? ഇപ്പം ഇവിടെ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ഇപ്പം എത്ര കാലമായി? ഒരു 1 year ആവുന്നേ ഉള്ളൂ. ഓക്കെ, 1 year. കാരണം അവൻ വർക്ക് ചെയ്തുകൊണ്ട് എടുക്കുന്ന സമയത്താണ് എന്നോടും കൂടി നമുക്ക് വേറെ ഒന്നുകൂടി തുടങ്ങാമെന്നുള്ള രൂപത്തിലേക്ക്. അപ്പം ആസ് എ ബിസിനസ് ഓൺടർപ്രണർ
അതും UAE കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, പെർമിറ്റ്സ്, ലൈസൻസ്, അതിൻ്റെതായ കോസ്റ്റ്, റെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഹൗ ഇസ് ദ ജേർണി ബീൻ ഫോർ യു ആസ് എൻ ഓൺട്രപ്രണർ? ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ഫീസും ഇല്ല. ഞാൻ സാലറിയിൽ എനിക്ക് തോന്നുന്ന ഒരു 3,000 ദിർഹം സാലറിയിലാണ് ഞാൻ ലാസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നത്. ആ സമയത്ത് മാറ്റി വെക്കാനൊന്നുമില്ല. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. ആ ആള് ഞാനിപ്പോഴും ഞാളെ പേര് പറയാൻ താല്പര്യം, ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ ആ പുള്ളിക്കാരനോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എൻ്റെ അടുത്ത് പൈസ ഇല്ല, എന്താ ചെയ്യേണ്ടത്. സോ പുള്ളിക്കാരൻ്റെ പേരിൽ ലോൺ എടുത്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ആളാണ്. അത് കഴിഞ്ഞ് വേറെ രണ്ടാമതും ചെയ്യുന്ന സമയത്തും ഇതൊരു 6 മാസത്തിന് ശേഷം രണ്ടാമത്തത് തുടങ്ങുന്നത്. അപ്പം അതിൽ നിന്ന് ഇൻകം വന്നുകൊണ്ട് വെക്കുന്നുള്ളൂ. അപ്പോഴും ഞാൻ പോയി ചോദിച്ചു, ഞാനൊരു എളുപ്പമാണുള്ളത് ചോദിച്ചു. അപ്പോഴും പുള്ളിക്കാരൻ ആ ലോൺ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് എനിക്ക് തന്നു. ഇപ്പം അല്ലെങ്കിലും ആ ലോണൊക്കെ ഞാൻ വീട്ടിൽ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആണ്. ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ആണ്. അപ്പം ലോണൊക്കെ വീട്ടിൽ അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നു. അടിപൊളി. അപ്പം ഇനി ഫാദിലിന് ഇപ്പോൾ ഒരു സെൻസൈ ആണ്, അപ്പോൾ യു വോണ്ട് ടു സ്റ്റഡി മോർ? കരാട്ടയിൽ ഒരു ഇതുണ്ട്, അതായത് ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റ്, ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഡാൻ, ഇങ്ങനെ ഓരോരോ ജേണി ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ഷോറിൻറിയു എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ്. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്, ഷോർട്ട് ടോക്ക്, ഷിറ്റോറി, അങ്ങനെ ഡിഫറെൻറ്റ്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഷോറിൻറിയു ആണ്. ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വയനാടാണ്, സുൽത്താൻ ബത്തേരി. ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ പേര് ടെറ്റ്സുവോ താക്കാമിയാഗി എന്നാണ്. ഞങ്ങൾ ഏഷ്യൻ ചീഫിൻ്റെ പേര് കെപി രവീന്ദ്രൻ എന്നാണ്. എൻ്റെ മാഷിൻ്റെ പേര് ക്യോഷി റഷി എന്നാണ്. ഈ ക്യോഷി റെൻഷി എന്നൊക്കെ പറയുന്നത് ഓരോ റാങ്കാണ്. ഫസ്റ്റ് ഡാനും സെക്കൻഡ് ഡാനും ആണെന്നുണ്ടെങ്കിൽ സെംബായ് എന്ന് പറയും, തേർഡും ഫോർത്തും ആണെന്നുണ്ടെങ്കിൽ സെൻസൈ എന്ന് പറയും. അതാണ് സെൻസൈ. അല്ലേ, നോർമലി ജാപ്പാനീസിൽ സെൻസൈ എന്ന് വെച്ചാൽ കോച്ച് എന്നാണ്. പിന്നെ 5th-ഉം 6th-ഉം ആണെങ്കിൽ റെൻഷി എന്ന് പറയും. 7th-ഉം 8th-ഉം ആണെങ്കിൽ ക്യോഷി എന്ന് പറയും. 9th-ഉം 10th-ഉം ആണെങ്കിൽ ഹാൻഷി എന്ന് പറയും. ചില സ്റ്റൈലിൽ ഷിഹാൻ എന്നും പറയും, ലൈക്ക് 7th 8th അങ്ങനെ. അതോ എൻ്റെ സ്റ്റൈലിൽ എനിക്ക് അറിയാം, അത് എനിക്ക് അറിയത്തില്ല, അങ്ങനെ പറയും. സോ ഞാനിപ്പോൾ ഉള്ളത് തേർഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. സോ ഇൻഷാല്ലാ കുറച്ചും കൂടി പഠിക്കാനുണ്ട്, കുറച്ച് കത്താസും കാര്യങ്ങളൊക്കെ. കത്താസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫോംസ് ആണ് കരാട്ടയിലുള്ള. ഇത് പഠിച്ചിട്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് 4th 5th ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതിന് എന്താ പറയാ? ഹൻഷി എന്ന് പറയും. ഹൻഷി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മാസ്റ്റർ, റെഡ് ബെൽറ്റ് എന്ന് പറയും. റെഡ് ബെൽറ്റ് ആണ്. റെഡ് ബെൽറ്റ് ആണ്. സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് ആ ഒരു സ്റ്റൈലിൻ്റെ ഹെഡ് ആയിരിക്കും, ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡ് ആയിരിക്കും. അത് ഒരു കരാട്ടെ പ്ലെയറിന് ഒരാൾക്ക് കിട്ടാവുന്നില്ല പരമാവധി റെഡ് ബെൽറ്റ് ആണ്. ഒത്തിരി റെഡ് ബെൽറ്റ് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ടോ? പല സ്റ്റൈലിലും പല ആൾക്കാരും ഉണ്ട്. ഞങ്ങളുടെ സ്റ്റൈലിൽ ഞങ്ങളെ മാഷും, അതായത് ഞങ്ങളെ ഏഷ്യൻ ചീഫ് ആയിട്ടുള്ള ആളും പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത്. ഇത് എത്ര സ്റ്റൈൽസ് ഉണ്ട്? ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടി ഓരോ സ്റ്റൈൽ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. സ്വന്തമായിട്ട് അങ്ങനെ അത് ഓരോരുത്തർ ഉണ്ടാക്കുന്നത് ഓരോരുത്തർ ഇഷ്ടമല്ലേ, അത് ഓരോരുത്തർ ചോയ്സും കാര്യങ്ങളാണ്. അപ്പോൾ അവർ പഠിച്ചത് ഒരു സ്റ്റൈലായിരിക്കും, പിന്നെ അവർക്ക് സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവർ ഓരോരുത്തർ ചെയ്യുന്ന അങ്ങനെയാണ്. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പം ഞാൻ കരാട്ടെ പഠിപ്പിക്കുന്നത് അവിടെ ഞങ്ങൾ സെമി കോണ്ടാക്റ്റും, അതായത് സ്പോർട്സ് കുമീത്തും പഠിപ്പിക്കാറുണ്ട്, ഫുൾ കോണ്ടാക്റ്റും പഠിപ്പിക്കാറുണ്ട്. ദാറ്റ്സ് മീൻസ് സ്പോർട്സ് കുമീത്തയിൽ ഞങ്ങൾക്ക് ഈ ചാമ്പ്യൻഷിപ്സിന് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് സ്പോർട്സ് കുമീത്തെ പറ്റുള്ളൂ, ഭയങ്കര ഹാർഡായിട്ട് ഇട്ട് ചെയ്യാൻ പറ്റില്ല, ടച്ച് ആൻഡ് ബാക്ക് പറ്റുള്ളൂ. പിന്നെ ഫുൾ കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ലെവൽസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ ഗെയിംസിൽ അതെ ഈ ഒരു ഈ ഫോമാണ് സ്പോർട്സ് കുമീത്താണ്. അതിൽ ഹാർഡാക്കി ഇടിക്കാൻ പറ്റില്ല, സ്പീഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ കരാട്ടെ പ്ലെയർ എന്നുള്ള സമയത്ത് അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. സോ അതുകൊണ്ട് ഞങ്ങൾ ഫുൾ കോണ്ടാക്റ്റും പഠിപ്പിക്കും. ഫുൾ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഹാർഡായിട്ടുള്ള പഞ്ചും കിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, അത് ഡിഫറെൻറ്റ് തന്നെ സ്റ്റൈലാണ്. ഞങ്ങളവിടെ രണ്ടും പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ഇൻ യുവർ എക്സ്പീരിയൻസ്, ഇതർ യുവർ സെൽഫ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് ഇത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് യൂഷ്വലി ലൈക്ക് യു ടോട്ട് ടു ബി ദിസ് ഇസ് ഓൺലി ഫോർ സെൽഫ് ഡിഫെൻസ്, ആരെയും ഉപദ്രവിക്കാനല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ താങ്കൾക്കോ അല്ലെങ്കിൽ എനി ഓഫ് യുവർ സ്റ്റുഡൻസ് ഹാവ് ഹാഡ് അനദർ എക്സ്പീരിയൻസ്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അടി ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇന്നേ വരെ ഒരാളായിട്ടും തല്ലുണ്ടാക്കാനേ പോയിട്ടില്ല. എൻ്റെ കോളേജ്, അതൊരു കോമഡി ഉണ്ട്. ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ സംഭവങ്ങളൊക്കെ, ഞാൻ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിരുന്നു, ഇനി ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഞാൻ സൈലന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാർഷൽ ആർട്സ് പഠിക്കുന്ന ആൾ ഒരിക്കലും ഞാൻ വലിയ ആളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ദേ നോ അവർ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു. ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾ പ്രാക്ടീസ് ചെയ്യാത്ത ആളായിരിക്കും, ഒന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ എവിടെ ഇടിക്കണമെന്നോ എന്ത് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ റൂളാണ്, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും അറ്റാക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു യൂസ് ദിസ്. അതല്ലാതെ ഒരാളെ മെക്കിട്ട് അങ്ങോട്ട് കയറി പോയി പഠിപ്പിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവൻ ആക്ച്വലി അവൻ്റെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു 8th പഠിക്കുന്ന സമയത്താണ്
അപ്പോൾ അവനെ കുറേ സ്കൂളിൽ കുറേ കുട്ടികൾ ബുള്ളി ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുഞ്ഞോട് കോച്ച് ഞാൻ കുറേയൊക്കെ ഒന്നും ചെയ്തില്ല, അവരൊന്നും കേട്ടില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ടോ പിന്നെ അവരെന്നെ ഉണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പുഷൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ എടുത്തിട്ട് എൻ്റെ കൈ എടുത്തിട്ട് ഞാൻ 2 പഞ്ച് ചെയ്ത്. ഇവിടെ 2 എന്തൊക്കെ ആയിരുന്നു. അവൻ്റെ പാരൻസ് പോയി കംപ്ലൈൻറ്റ് ചെയ്ത് ഇന്ന കുട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് അവൻ്റെ പാരൻറ്റ് എന്നെ വിളിച്ചിട്ട് കോച്ച് എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. കുട്ടികൾ ചെയ്താലും പഴയ കോച്ചിനാ. ഞാൻ അവനോട് പറഞ്ഞത് ചെയ്യരുതെന്നാ. അവൻ പോയിട്ട് ചെയ്ത് അവൻ്റെ എന്തോ സസ്പെൻഷനോ ഡിസ്മിസലൊക്കെ കിട്ടി. എന്നിട്ട് വേറെ സ്കൂളിൽ പോയി. പിന്നെ അവന് മനസ്സിലായി എങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അല്ല, അവൻ ആക്ച്വലി അവന്റെ ഭാഗത്താണ് ന്യായം ഉള്ളത്. അവന്റെ സ്റ്റോറിയിൽ അവന്റെ ഭാഗത്ത് ന്യായം. കാരണം അവരെ ബുള്ളി ചെയ്തു, അവനെ പുഷ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ശേഷമാണ് കോച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് അവരെന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തല്ലി. അപ്പം എനിക്ക് തിരിച്ചൊന്നും പറയാനും പറ്റില്ല. വെരി ഗുഡ്. അങ്ങനെ ഇൻസിഡന്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇപ്പം മൊത്തത്തിൽ എത്ര വർഷമായി ഈ ഇത് തുടങ്ങിയിട്ട്? മൊത്തത്തിൽ 15-16 years ആയില്ലേ? പ്രായം റിവീൽ ചെയ്യുന്നതല്ല. അയ്യോ. അപ്പം ഇനി അങ്ങോട്ട് വാട്ട് ഈസ് യുവർ പ്ലാൻ? അതായത് ഇപ്പോൾ ഓൾറെഡി 3 branches ആയി. UAE is what your focus is right now. ഇനി ഞങ്ങൾക്ക് മറ്റുള്ള കൺട്രീസിലേക്കും എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതെ. GCC തന്നെയാണോ അതോ? GCC തന്നെ. GCC ആക്ച്വലി നമ്മളെ UAE ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ട് ഇസ് സോ ഹൈ ആക്ച്വലി. യുനോ അത് എനിക്കിത് പറയണമെന്നുണ്ട്. നമ്മളെ ഇന്ത്യയിലാണ് സംഭവം എന്നെങ്കിൽ പോലും നമ്മളെ നാട്ടിൽ ഇത്ര ഒരു വാല്യൂ ഈ ഒരു സ്പോർട്സിന് കൊടുക്കുന്നില്ല. ഞാൻ മാർഷൽ ആർട്സിനാട്ടോ പറയുന്നത് മൊത്തത്തിലായിട്ടുള്ള. UFC എന്ന് പറഞ്ഞൊരു ബിഗ് ഒരു വേൾഡ് മൊത്തം അറിയുന്നൊരു ഇതിൽ ആകപ്പാടൊരു ഇന്ത്യൻ ആയിട്ട് 2 ആൾക്കാരേ ഉള്ളൂ. ലൈക്ക് കറന്റ്ലി ഇപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതൊരു മിക്സഡ് മാർഷൽ ആർട്സ് ആണ്. പക്ഷേ നമ്മളെ നാട്ടിൽ ഇത്രയും ഭയങ്കര സ്കില്ലായിട്ടുള്ള കുറേ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നല്ലേ ഇവിടുത്തെ കുട്ടികളെ ഒരു ലൈക്ക് അവർ ചാമ്പ്യൻഷിപ്പിന് പോകുന്ന സമയത്ത് അവർ ചെയ്യുന്നതും നാട്ടിൽ അവർ ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി ദ ചാമ്പ്യൻസ് ഹിയർ. ആൻഡ് ഇവിടുത്തെ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന പ്രൈസ് മണി, ഓരോ ചാമ്പ്യൻഷിപ്പിലൊക്കെ പ്രൈസ് മണി കൊടുക്കുന്നത് 5,000 dirhams 10,000 dirhams ഒക്കെ ഹ്യൂജ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നത് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഗെയിംസ് നടക്കുന്നുണ്ട് അബുദാബിയിൽ വെച്ചിട്ട്. അത് 30 വയസ്സിന് എബോ ഉള്ള എല്ലാ ഗെയിംസും, അതായത് മാർഷൽ ആർട്സ് മാത്രമല്ല, സ്വിമ്മിങ്, സൈക്ലിങ് പറഞ്ഞ എല്ലാ ഗെയിംസിലുള്ള ആൾക്കാരും 30 years അബോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് പ്രൈസ് ഓൾസോ വെരി ഹൈ. അവിടുന്ന് കിട്ടുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ. സോ ഇവിടുത്തെ ഗവൺമെന്റ് ദ ബെസ്റ്റ്. അപ്പോൾ ഇനി സോ we have touched a lot of your career aspects. I'll come to something personal. How, as in, I don't want to pry into what is going on right now with you, but how has your life changed or the concept of love changed over the years? ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ ഈ കുട്ടികളായിരിക്കുമ്പം സ്കൂളിൽ ഈ വായ്നോട്ടം പൈങ്കിളി പ്രേമം അതൊക്കെയാണ് അതിൻ്റെ കോളേജിൽ അതിൻ്റെ ഒരു ക്യാരി ഫോർവേഡ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ആസ് യു ഗ്രൂ അപ്പ് ആ ഒരു ഇന്നസെൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ആ ഒരു പ്രേമം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആങ്സൈറ്റി ഉള്ള പ്രേമമൊക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ സർട്ടൻ ലെവൽ ഓഫ് മെച്യൂരിറ്റി നമ്മൾ വി സീ ലവ് ഇൻ എ വെരി ഡിഫറെൻറ്റ് മാനർ. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലവ് എന്ന് കേൾക്കുമ്പം നമ്മുടെ തലയിലോട്ട് വരുന്ന കാര്യങ്ങൾ ഇസ് നോട്ട് ദ സെയിം ആസ് ഹൗ ഇറ്റ് യൂസ് ടു ബി. സോ ഹൗ ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് ഫോർ യു ഓർ ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് ഫോർ യു? എനിക്ക് ഭയങ്കര സ്നേഹിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ലവ് എന്നുള്ള വേർഡ് തന്നെ ഭയങ്കര ക്യൂട്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്കൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ബ്രേക്കപ്പ് എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. ബിക്കോസ് ഓഫ് ആളിപ്പോൾ നല്ല രീതിയിലോ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ എന്നെയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഹൗ ഇസ് ദറ്റ് പേഴ്സൺ. ചിലപ്പോൾ ഞാനവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൂടിയത് വെറുതെ എന്തിനാ ആൾ നല്ല രീതിയിൽ ലൈഫായിട്ട് ജീവിച്ച് പോകുന്നുണ്ട്. സോ ആ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ മനസ്സിലാക്കിയത് എന്നെക്കുറിച്ച് ഞാൻ കുറേ ലൈക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ ബ്രേക്കപ്പ് ആയതിൻ്റെ ശേഷം നമ്മൾ ഒരു ഫേസിൽ കൂടി പോകില്ലേ, അപ്പം നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഞാൻ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായൊരു സാധനം എന്താ വെച്ചാൽ ഐ ക്യാൻ ലവ് എ പേഴ്സൺ അൺകണ്ടീഷണലി. ലൈക്ക് അപ്പം എന്താ അതായത് ഇപ്പോൾ എക്സ്ട്രീം ഐ ക്യാൻ ഡു ദാറ്റ്. ലൈക്ക് കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയല്ല, എന്നാലും ഒരു സംഭവം പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ നോർമൽ കോൺവെർസേഷനിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നോർമൽ കോൺവെർസേഷനിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, എനിക്കത് ഇഷ്ടമാണ്, എനിക്കിത് ഈ സംഭവം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കതാക്കൊണ്ട് ഞാനത് നോട്ട് ചെയ്യും. എന്നിട്ട് ഈ ആളെ എന്തെങ്കിലും നമ്മളായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻറ്റ് വരുന്ന സമയത്ത് ഐ ടു ഗിവ് ഒരു ഗിഫ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് എക്സ്പ്രസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആൾക്ക് എന്താണോ ഇഷ്ടം അതുള്ള ചെയ്യും.
പിന്നെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ആളുടെ മുഖത്ത് കാണുന്ന ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അത് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒരു ടൈമിൽ ഞാൻ മനസ്സിലാക്കി അത് കുറച്ച് ഓവറായാലും പ്രശ്നമാണെന്നുള്ളൊരു അത് നമുക്ക് ഒരു ബ്രേക്കപ്പ് ഈസ് ലെസൺ അങ്ങനത്തെ തന്നെ എല്ലാം നമ്മൾ അറിയില്ലേ എന്തൊക്കെ അതൊക്കെ എല്ലാം ഒരു പാടാണ്. സോ അതിന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ നല്ല രസമല്ലേ ഈ ലവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പം ലൈക്ക് യൂഷ്വലി ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ നടക്കുമ്പോൾ യു ബിൽഡ് എ വാൾ, കുറച്ചൊരു സെൽഫ് ഡിഫെൻസ്, ഒരു കോപ്പിംഗ് മെക്കാനിസം ഒക്കെ വരും. യൂഷ്വലി നോട്ട് വെരി ഹെൽത്തി, ബട്ട് സിൻസ് യു ആർ ഓൾറെഡി എ സെൻസ് ഐ എം അസ്യൂമിങ് യു ഹാവ് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം. വെറുതെ ഇരിക്കുക ബ്രേക്കപ്പ് ഒക്കെ കിടന്ന് മോങ്ങിട്ട് പറയും എന്നെ പെട്ട് വിളിക്കും എടാ പിന്നെ അല്ല പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് എൻ്റെ ആൾക്കാരെ മുന്നിലല്ലോ കേട്ടോ, എൻ്റെ ഭയങ്കരമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ എത്രത്തോളം ഇതിൽ കൂടിയാ പോയത്. പക്ഷെ നല്ലതിന് വേണ്ടിട്ടാ. പക്ഷെ ഗുഡ് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുടെ ലൈഫിൽ ജീവിക്കുന്ന വിത്ത് ഫുള്ളി റെസ്പെക്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഗാർഡ് ഉണ്ടോ? അതായത് പുതിയൊരാള് അപ്രോച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മിങ്കിൾ ചെയ്യുക, സംസാരിക്കുക അങ്ങനെ, പക്ഷെ യു കീപ് എ ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞു ഭയങ്കര ചൂസി ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ ശേഷം ഭയങ്കര ചൂസി ആയിട്ട്. ഞാൻ പണ്ടൊക്കെ ഭയങ്കര ഒരു ലൈക്ക് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ എൻ്റെ മൊത്തം ആ ഒരു ആളായിരുന്നു. അപ്പം എനിക്ക് അവിടെ പുറത്തെന്തൊക്കെ നടക്കുന്നതൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനത് അതിന്ന് പോകുന്ന ചാടിയ സമയത്താണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ കുട്ടികളെ എനിക്ക് തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവ്. ഞാൻ ആ സമയത്തും ഒരു കോച്ചാണ്, പക്ഷെ ഞാൻ അവർക്ക് ആ തിരിച്ചു വേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇവർ ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഡെയിലി എനിക്ക് ടൈനി ആയിട്ടുള്ള കുറേ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അത്ര ഇഷ്ടമുള്ളതിനെ കൊണ്ട് അവർ കൊണ്ടു തരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്ത് കൊടുക്കില്ല. അവർക്ക് അത്രയും നമ്മൾ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതിനെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അത്രയും ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. സോ ഇഷ്ടപ്പെടാനും ലൈക്ക് നമ്മളിഷ്ടപ്പെടാനും കുറേ ആൾക്കാർ പുറത്തുണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി. സോ ഞാനത് മനസ്സിലാക്കാൻ കുറച്ച് ഡിലേ വന്നു. ഇപ്പോൾ അതൊക്കെ ഒരു ലെസനാണ്. ഞാൻ ഇനി എന്തൊക്കെ ഒരു ലൈക്ക് മിസ്റ്റേക്ക് ഞാൻ അവിടെ വരുത്തിക്കുന്നു അതെനിക്ക് ചിലപ്പം എന്തായാലും ഓഫ് കോഴ്സ് കല്യാണം കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് വരുത്തില്ല. എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റും. സോ ബിഗ് തിങ് ഈ കുട്ടികളുടെ ഇൻട്രാക്ഷൻസിൽ ഏതെങ്കിലും അതായത് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള ഒത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു ഇൻസിഡന്റ് ഉണ്ടോ? സിദ്ര നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ അവളെ കാണാൻ പോയി. അവൾക്കറിയില്ല വരുന്നെന്നുള്ളത്. അവൾ പറഞ്ഞു കോച്ച് നാട്ടിൽ പോയി, കോച്ച് തിരിച്ച് അബുദാബിയിലേക്ക് വന്ന് കണ്ടിട്ടില്ല എന്ന്. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 million or 2 million വ്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായത്. അപ്പം ഞാനൊരു ബൊക്കൊക്കെ ആയിട്ട് അവൾ ബാക്ക് കൂപ്പി സർപ്രൈസ് എത്തി. അവളെ കണ്ടപ്പോൾ ഞാൻ കണ്ട് നെട്ടി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവൾക്ക് സർപ്രൈസ് ഇഷ്ടമല്ല. അതെനിക്കറിയില്ല. ഇവളെടുക്കട്ടെ എനിക്ക് ഓരോ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ബൊക്കെ അവളെ മൊത്തം അവളെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഇവള് കരച്ചില്. അന്ന് പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല, എൻ്റെ അടുത്ത് വരുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക, അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈലൈറ്റ് മാളിൽ പോയിട്ട് അവിടെ മാളിൽ പോയിട്ട് ഗെയിം കളിക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇവളൊരു വഴിക്കെടുക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോയിൽ വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊടുത്തിട്ട് ആ സന്തോഷം കൊണ്ട് അവള് കരഞ്ഞ ആനന്ദൊക്കെ അങ്ങനെയല്ല, അവള് കരഞ്ഞതാ. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് പിന്നെ അവൾ തിരിച്ചു വന്നിട്ട് ഒരു 1 month കഴിഞ്ഞ് വെക്കേഷന് തിരിച്ചു വന്ന സമയത്ത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഹമ്മദ് തന്നെ അവൻ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അവൾ ആദ്യം ഒരു ബോക്സ് തന്നു. ആ ബോക്സ് തന്നിട്ട് ഇന്നെ തുറന്നപ്പോൾ അതിലൊന്നുമില്ല, പറ്റിച്ച് ഇന്ന് പറ്റിക്കാല്ലേ ഫ്രാങ്കാന്ന്. അത് കഴിഞ്ഞപ്പോൾ റെഡ് ബോക്സ് വേറെ കൊണ്ടെത്തുന്നു. അതിലുണ്ട് ചോക്ലേറ്റ്സും പിന്നെ ഈ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ. സോ സി സർപ്രൈസ് മീ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നെ, എന്തിനാ ഇങ്ങനത്തെ പെർഫ്യൂംസും കാര്യങ്ങളും, അതൊന്നാണല്ലോ 3 എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടു തന്നെ വെച്ച്. അതന്ന് ഞാൻ ഇന്ന സർപ്രൈസ് ചെയ്യാൻ വന്നപ്പം കരഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് എന്തൊക്കെ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിതെന്നാണ് എപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് അതേ പറഞ്ഞ പുറത്ത് നമ്മൾ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മളത് മനസ്സിലാക്കിയിട്ടാണ്. ഒരാളെ റിവോൾവ് ചെയ്ത് നിൽക്കണം എന്നില്ല. എന്തിനാ? വാട്ട് ആർ യുവർ തോട്ട്സ് അബൌട്ട് മാരേജ്? യു സെഡ് എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം ഈസ് ദെയർ ഇൻ യുവർ റീസെന്റ് പ്ലാൻ, അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ളൊരു? വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ട്, ഞാനല്ല വീട്ടുകാരുണ്ട്. 90s കിഡ്സിൽ പെടുവോ? അതെ, എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെ. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയും, ഇന്ന സ്ഥലത്ത് കല്യാണത്തിന് പോയപ്പോൾ ഒരു കുട്ടീനെ കണ്ടു, പച്ച ചുരിദാർ ചുവപ്പ് ചുരിദാർ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ മെസ്സേജ് അയക്കും. അങ്ങനെ കുറച്ചുകൂടി കേട്ടെ അങ്ങനെയല്ല. ലൈക്ക് എന്തായാലും ഒരാൾ കല്യാണം കഴിക്കണം, കാരണം നമുക്കൊരു പാർട്ട്ണർ വേണം നമ്മുടെ കൂടെ.
ഞാൻ ഭയങ്കര ക്രിഞ്ചാന്നൊക്കെ ചിലപ്പം പറയും. കാരണം നമ്മൾ രണ്ടാൾ കൂടുമ്പോഴല്ലേ ഇത് ക്രിഞ്ച്, ഇത് മൂന്നാമതൊരാൾ വരുമ്പോഴല്ലേ ക്രിഞ്ചുള്ളൂ. എല്ലാം തന്നെ എനിക്ക് ഇത് ലവ്, ഇറ്റ്സ് പ്യുവർ ലവ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അങ്ങനെ. പക്ഷെ നല്ല ആള് വരും, നല്ല സമയത്ത് നല്ല കുട്ടി വരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ ആലോചിക്കാം. ഉമ്മച്ചി പറഞ്ഞ ഏതെങ്കിലും കുട്ടീനെ കണ്ടോ? ഉമ്മച്ചി ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചു തരും. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ മാട്രിമോണിയിലേക്ക് കേറിയോ? ഇല്ല, കേറി. എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. അങ്ങനല്ല മാട്രിമോണി വീട്ടില് അവരെ ഓരോന്നിങ്ങനെ പറയുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ വേണ്ട, ഇത് നമ്മളെ തന്നെ നമ്മളെ വിൽക്കാൻ വെക്കുന്ന ഒരു രൂപത്തിലുള്ള സംഭവമല്ല. നമ്മളെവിടുന്നെങ്കിലും കാണും, അല്ലെങ്കിൽ നമുക്ക് ആരോടും സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ദിസ് ഇസ് ദ പേഴ്സൺ എന്ന് തോന്നും. ആ സമയത്ത് പ്രൊസീഡ് ചെയ്യാം. ലവ് മാരേജിനോടാണോ ഒരു ലവ് കം അറേഞ്ച്ഡ് ആകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും? ഹാവ് യു ഹാഡ് എനി ഇൻസ്റ്റൻസസ് വിത്ത് മാട്രിമോണി? ഞാൻ എൻ്റെ ഇൻസ്റ്റൻസ് പറയാം. ഇതിപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു 3 years കഴിഞ്ഞു, 3 yearsലധികം കഴിഞ്ഞു. അപ്പം മാട്രിമോണി എന്ന് പറഞ്ഞത് ഒരു സർക്കസ് പോലെയായിരുന്നു. ഓരോരോ ക്യാരക്ടേഴ്സിനെ അവിടെ കാണാൻ കിട്ടുമായിരുന്നു. അതിൽ ഒരാൾ മെസ്സിയുടെ ഫാനായിരുന്നു. മെസ്സിയുടെ ഫാൻ, അതായത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറയുന്നത്. അപ്പം മെസ്സിയുടെ പോസ്റ്റും സ്റ്റാറ്റസും ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ പുള്ളിക്കാരന് മെസ്സിയുടെ ഫാനാണെന്ന് മനസ്സിലായപ്പം പുള്ളിക്കാരൻ അപ്പോൾ നമുക്ക് കല്യാണം കഴിക്കില്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പോൾ നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പം തന്നെ കല്യാണം. അല്ല, താങ്കൾ മെസ്സിയുടെ ഫാനാണല്ലോ, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു മെസ്സിക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ മാട്രിമോണി ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാനത് ക്യൂരിയോസിറ്റിക്ക് ഇതെന്താ ഒരു ടൈമിൽ സ്ക്രോൾ ചെയ്യാൻ നിന്നീനു. ഇങ്ങനെ നല്ല രസമാണ്, അങ്ങനെ നമുക്ക് ഡിഫറെന്റ് അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഈ പെൺകുട്ടികൾക്ക് എന്തായിരിക്കും ഇഷ്ടം എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു ഇതെന്താന്ന് അറിയാൻ പിന്നെ ഞാനത് വിട്ട് വേണ്ട. പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും റിന്യൂ ചെയ്യില്ലേ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ DMs കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ കെൻ ഐ ഗെറ്റ് എ മഹർ ഫ്രം യു എന്നൊക്കെ ശരി. ഞാൻ Q&A ഇടും. അല്ല, അത് കോമഡിയാ. Q&A ഇടുന്ന സമയത്ത് ലൈക്ക് എന്തെങ്കിലും ഫിറ്റ്നസ് റിലേറ്റഡോ മാർഷൽ ആർട്സ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുക. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഇങ്ങനെ ആയിരിക്കും. ഉമ്മാക്കൊരു മരുമോളെ വേണ്ട, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, സാധനം കല്യാണം കഴിക്കണ്ടേ, റിപ്ലൈ ചെയ്യാറുണ്ടോ? ചിലതൊക്കെ അയാളല്ലേ. എന്നാലും നല്ല രസമായി. നോക്കലില്ല, എന്നാലും ഉണ്ട്, നോക്കലുണ്ട്. കള്ളം പറയണ്ടല്ലോ. പക്ഷേ ഇത്ര എല്ലാ essay ഒക്കെ വന്നിട്ട് അവർ അത്രയും എഫേർട്ട് എടുത്ത് ടൈപ്പൊക്കെ ചെയ്യുന്നു. ചില ChatGPT ആയിരിക്കും, എന്നാലും പോലും ഇത്ര എഫേർട്ട് എടുക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു താങ്ക് യു, ഡബിൾ ടാപ്പ് താങ്ക് യു സോ മച്ച് എങ്കിൽ ലൈക്കണ്ടേ. അങ്ങനെയൊക്കെ ലൈക്കാറുണ്ട്. ഞാൻ വാല്യൂ കൊടുക്കും. എഫേർട്ടിന് നമ്മൾ വാല്യൂ കൊടുക്കണം. എഫേർട്ടിന് വാല്യൂ കൊടുക്കാത്ത ആളെ നമ്മൾ എടുപ്പിക്കരുത്. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറേ അധികം ഉള്ള ടൈമാണല്ലോ. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ? എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേളി മാണിൻ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല രസം കണ്ടിരുന്നു. ലൈക്ക് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് സൈഡിൽ വെക്കും, ആരെങ്കിലൊക്കെ ഇൻ്റർവ്യൂ വയ്ക്കും, നമ്മൾ മച്ചാൻ ഇൻ്റർവ്യൂ വയ്ക്കും, അങ്ങനെ കണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, എനിക്ക് മീറ്റ് ചെയ്യണമെന്നും കൂടി ആഗ്രഹമുള്ള ഒരാളാണ്. നിളനും മറ്റേ നിക്കാരനും കരാട്ടെ ഞാൻ പഠിപ്പിക്കാൻ പേളി മാണി ചേച്ചി കമോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളുടെ നല്ല ക്യൂട്ടല്ലേ, നല്ല രസമാണ്. അതെ അതെ, കണ്ടിരുന്നു. നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ട് ഇങ്ങനെ പോകും. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതാ വെക്കുക. എനിക്ക് ആക്ച്വലി പേളി മാണി ഷോന് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം പുള്ളിക്കാരി ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ഭയങ്കര കാഷ്വൽ ആയിട്ടാ സംസാരിക്കാൻ. ടിപ്പിക്കൽ ഒരു ഇന്റർവ്യൂ പോലെ തോന്നില്ല. പക്ക നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ അമേരിക്കാറില്ലേ ആ ഒരു ഫീൽ ആണ് വരിക കാണുന്ന സമയത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു. ഓക്കെ, അപ്പം ഈ ജേർണിയിൽ എന്തെങ്കിലും സെലിബ്രിറ്റി ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? സെലിബ്രിറ്റി ഇന്ററാക്ഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഖാലിദ് അൽ അമീറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഖാലിദ് അമീറിൻ്റെ എൻ്റെ മെസ്സേജ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കുറച്ചധികം അയച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു നല്ല രസമല്ലേ നമ്മൾ. അപ്പോൾ നമ്മളെ നാട്ടുകൂട്ടം അറബി ആ ഒരു വീട്ടല്ലേ, ആ പുള്ളിക്കാരൻ ഭയങ്കര മലയാളീസ്, ഭയങ്കര ക്ലോസും കാര്യങ്ങളാണ്. നാട്ടിലോട്ട് ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാനതൊരു മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഞാൻ ഒരു 1 yearൻ്റെ അടുത്തായിട്ട്, ഞാൻ 1 year അല്ല, മോർ ദാൻ ഒരു 2 yearൻ്റെ അടുത്തായിട്ട് ഞാൻ മെസ്സേജസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഈ ഫോളോ മീ ബാക്ക്. അപ്പോൾ ഐ വാസ് ലൈക്ക് സത്യം പറയട്ടെ, ഞാൻ കണ്ടു, മ്യൂച്വലി ഞാൻ കണ്ടിട്ടുണ്ട്.
സോ ഫോളോ ബാക്ക് ചെയ്തപ്പോൾ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയി. കാര്യം തന്നെ മേരി ഫോളോ ബാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് ആ പുള്ളിക്കാരുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എപ്പോഴും. വന്നിട്ടുണ്ട് ഒരു ഹാർട്ടൊക്കെ ഒരു പ്രാവശ്യം, അതല്ലാതെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ. അതല്ലാതെ സെലിബ്രിറ്റി ഇപ്പം ഈ എൻ്റെ ഓഡിയൻസ് അധികം ഈ നോർത്ത് ഇന്ത്യൻസിലും ലൈക്ക് ഈ ചെന്നൈ സംഭവത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് പറയുന്ന സമയത്ത് അണ്ണാ തമിഴിലെ പേഴ്സൺക്ക് കന്നഡ കൊത്തുമാ അങ്ങനെയൊക്കെ ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത്. എനിക്കറിയില്ല അത് കാരണം ഈ ഉനോൻ്റെ വീഡിയോ ആണ് വൈറലാവാൻ തുടങ്ങിയത്. അപ്പോൾ അവന് ഭയങ്കര ക്യൂട്ടാണല്ലോ. അപ്പോൾ അവൻ്റെ എല്ലാ വീഡിയോയും 14 മില്യൺ, ചില 2 വീഡിയോ ഉണ്ട് 14 മില്യൺ 13 മില്യൺ അത്രയൊക്കെ പോയി. ഞാൻ ട്രയലിലൊരു വീഡിയോ ഇട്ടാണ്, അത് 14 മില്യൺ പോയി. നോർമലി ഇട്ടത് ഇല്ല, സെയിം കണ്ടന്റ് തന്നെ. അപ്പോൾ അത് പോസ്റ്റ് ചെയ്ത കണ്ടന്റ് തന്നെ, ജസ്റ്റ് ചെറിയ എന്തെങ്കിലും ട്രയൽ വീഡിയോസിൻ്റെ ഒരു ഗുണം അതാണ്. ആക്ച്വലി ഇൻസ്റ്റാഗ്രാം തന്നെ നമുക്ക് അതിൻ്റെ CEO ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനം ട്രയൽ വീഡിയോസ് വെരി ഗുഡ്. അപ്പോൾ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രയൽ വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ പിന്നെ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വേറെ ആരും ഇങ്ങനെ ചെയ്തില്ല. താങ്കളൊരു സെലിബ്രിറ്റി ആണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചക്കട്ടപ്പം മുതലെത്തും. ഇങ്ങനെ നേരെ നടക്കുമ്പോൾ ആരെങ്കിലൊക്കെ വന്ന് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ? ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവല് നോക്കാണോ അപ്പൊ പറയും വീഡിയോസ് കാണുമ്പോൾ ഞാൻ മറ്റേ ഇതാവും ഇൻട്രോവേർട്ട്. ഓക്കെ, താങ്ക് യു. എനിക്കൊന്നും പറയാനും പറ്റില്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ ജാടാന്നൊക്കെ പറയും ചെയ്യും, മറ്റേതൊക്കെ വരും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോയിട്ടില്ല. പക്ഷെ എന്നെ കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടോ? ഇനെന്താ ചെയ്യാലോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇനിയിപ്പം we have almost reached the end of the podcast. അപ്പം the 2 questions that I usually ask is ഒന്ന്, what is your long term vision? ഇനി അടുത്ത് എന്ത് വേണം ഫാദിൽ ആസ് യുവർ സക്സസ് ഫാക്ടർ എന്ന് പറയാനായിട്ട്? എന്താണ് യുവർ വിഷൻ ബോർഡിലുള്ളത്? ആൻഡ് ദ സെക്കൻഡ് തിങ് ബീങ്, ഇഫ് യു മീറ്റ് യുവർ 15-year-old അല്ലെങ്കിൽ ഒരു 16-year-old സെൽഫ് ടുഡേ, വാട്ട് വുഡ് യു ടെൽ ഹിം? എനിക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ട് ആസ് ഓൺ എന്നുള്ളൊരു, അതായത് ഇപ്പം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഞാൻ എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാ ഫ്യൂച്ചറിലൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് ഉണ്ട് ഫസ്റ്റ് തിങ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ എൻ്റെ? അതായത് ഇപ്പം 15-year-old യുവർ സെൽഫ് ഒരു കപ്പ് ഓഫ് കോഫിക്ക് കാണുകയാണ്. ഓക്കെ ഞാൻ എന്താണ് ആ പേഴ്സണോട്, ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത സമയത്തും ഞാൻ എൻ്റെ ഫാമിലി ആലോചിച്ചിട്ടാണ് എൻ്റെ ഒരു ഫ്യൂവലായിട്ട് കണ്ടത്. ലൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. സോ ഞാൻ എൻ്റെ ഉമ്മാനോട് ഉപ്പാനോട് എല്ലാം ഷെയർ ചെയ്യും. ഉമ്മാനോട് ഞാൻ ഇടയ്ക്ക് ഇന്ന 2 ആൾക്കാർ കാണാമെന്ന് പറയുമ്പോൾ അന്നെയോ ഭയങ്കര നൈസാണ്, ഭയങ്കര ഞാൻ എല്ലാ കാര്യം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അമ്മ. അപ്പോൾ ഞാൻ അവർക്ക് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. സോ ഫോർ ദ ഫാമിലി എവരി വൺ അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സംഭവം. ഞാൻ ആ സമയത്ത് എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തോ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്കൊന്നും അത്ര അങ്ങോട്ട് കത്തിയിട്ടില്ല. ബിക്കോസ് ഓഫ് ഉപ്പ അത്ര കഷ്ടപ്പെടുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ക കറക്റ്റ് വിഷൻ ഉണ്ട്, ഇന്ന സ്ഥലത്തേക്കാണ് ഈ പോകുന്നത്. നമ്മളെല്ലാം ഒരു ഹോപ്പിൻ്റെ മുകളിലാണ് ചെയ്യുക. ബട്ട് അവിടെ കുറച്ചുകൂടി പ്രീ പ്ലാൻഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സക്സസിനെക്കാട്ടി എനിക്ക് നല്ലൊരു സക്സസ് എനിക്ക് കാണാൻ പറ്റിയായിരുന്നു. സോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും പക്ക പ്രീ പ്ലാൻ ആയിട്ട് ഒരു വെഞ്ചർ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതിനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, എൻ്റെ യങ്ങായിട്ടുള്ള ആൾക്കാരോടും കൂടി ഞാൻ പറയുന്നത്, ഒരു പക്ക ലൈക്ക് ഒരു പ്രീ പ്ലാൻ ചെയ്യുക. ഇങ്ങനെ സംഭവത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകണം. പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് വരും. സോ അത് ഞാൻ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് ഞാൻ പറയാം. താങ്ക് യു സോ മച്ച് ഫാദി ഫോർ താങ്ക് യു ജോയിനിങ് സോ മച്ച്. എന്നെ ഇത്ര നേരം സഹിച്ചത് എനിക്കറിയത്തില്ല. ഞാൻ ആക്ച്വലി വരുമ്പോൾ ഭയങ്കര ഞാൻ 2 ദിവസം മുന്നേ മെസ്സേജ് ചെയ്യണം, ഭയങ്കര ടെൻഷനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി. എനിക്ക് പണ്ട് മുതൽക്ക് പരിചയമുള്ള ആളാണ് സംസാരിച്ചത്. അതെ നിങ്ങൾ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് യുവർ പോഡ്കാസ്റ്റ്. താങ്ക്സ് എ ലോട്ട്.